എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ ഭൂമി നിയമങ്ങളിലും നികുതി വ്യവസ്ഥകളിലും 2026 ജനുവരി മുതൽ പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ നിലവിൽ വരികയാണ്. ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചിട്ടുള്ള വില്ലേജുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആധുനികവൽക്കരണമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. കേരളത്തിലെ ഓരോ ഭൂമിക്കും എല്ലാ വിവരങ്ങളും അടങ്ങി പ്രോപ്പർട്ടി കാർഡ് 2026 ജനുവരിയോടുകൂടി നൽകി തുടങ്ങുമെന്ന് റവന്യൂ മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. കെട്ടിടങ്ങളുടെ വിവരം, നികുതി, വിസ്തീർണം എന്നിവ ഇതിലുണ്ടായിരിക്കുന്നതാണ്. ഡിജിറ്റൽ സർവേ വഴി രേഖകളുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി കൈവശമുള്ളതായിട്ട് കണ്ടെത്തിയാൽ ആ അധിക ഭൂമിക്ക് ഉടമസ്ഥാവകാശ രേഖ നൽകുവാൻ പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നതാണ്. 35% ഭൂവുടമകൾക്കും ഇതിന്റെ ഗുണം ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. 2025-26 ബഡ്ജറ്റ് പ്രകാരം ഭൂനികുതിയിൽ 50% വർധനവ് നിലവിൽ വരുന്നതാണ്. മുനിസിപ്പൽ കൗൺസിൽ, കോർപ്പറേഷൻ മേഖലകളിൽ വിസ്തീർണത്തിന് അനുസരിച്ചുകൊണ്ടുള്ള സ്ലാബ് നിരക്കുകളിലും മാറ്റമുണ്ടായിരിക്കുന്നതാണ്. ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചിരിക്കുന്ന വില്ലേജുകളിൽ ആധാരം എഴുതുന്നതിന് എൻ്റെ ഭൂമി പോർട്ടൽ വഴി പുതിയ രീതികൾ നിലവിൽ വരുന്നതാണ്. ആദ്യഘട്ടത്തിൽ ലൈസൻസ് ഉള്ള ആധാരം എഴുത്തുകാർക്കും വക്കീൽമാർക്കുമായിരിക്കും ഇതിന് അനുമതി ഉണ്ടായിരിക്കുന്നത്. കൃഷിക്കായിട്ട് നൽകിയിരിക്കുന്ന പട്ടയഭൂമിയിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ 1500 ചതുരശ്ര അടിയിൽ വരെയുള്ള വീടുകൾ നടത്തിയവർക്ക് വലിയ പിഴയില്ലാതെ തന്നെ അവ ക്രമവൽക്കരിക്കുവാനുള്ള അവസരം 2026 തുടരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ വില്ലേജിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ എൻ്റെ ഭൂമി വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.